എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. വെറും 10-15 മിനിറ്റ് മാത്രം മതി കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 പാക്കറ്റ് ഓറിയോയുടെ ബിസ്ക്കറ്റ് ആണ്. ഈ ഒരു 2 പാക്കറ്റ് മുഴുവനും വേണ്ട കേട്ടോ, ഒരു 20 ഓറിയോയുടെ ബിസ്ക്കറ്റ് മാത്രം മതി. അപ്പോൾ ഒരു 20 ഓറിയോയുടെ ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സഡ് ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഓറിയോയുടെ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ക്രീമോട് കൂടിയിട്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണേ. ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടിയിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂണോളം എടുത്ത് നമ്മളൊന്ന് മാറ്റി വെക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊരു 5 ടേബിൾ സ്പൂണോളം എടുത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടിയിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടെടുത്ത ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഉപ്പില്ലാത്ത ബട്ടർ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടിയില്ലേ അത് ഇതുപോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ഒരു പുഡിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ഇതുപോലെ നമ്മളൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രത്തിലേക്ക് നല്ല തണുത്തിട്ടുള്ള 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വിപ്പിംഗ് ക്രീമിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്രീം നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ നന്നായിട്ട് തന്നെ ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടിയില്ലേ ആ ഒരു പൊടിയെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ. അപ്പോൾ ഈ ഒരു ക്രീമും ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയും നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെക്കൻഡ് ലെയർ ആയിട്ട് ഈ ഒരു ക്രീം ഈ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം ഇതുപോലെ ഫുള്ളായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ലെവലാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 4 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ, നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് സെറ്റായി കിട്ടും. 4 മണിക്കൂറിന് ശേഷം ആ ഒരു മൂന്നാമത്തെ ലെയറിനായിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് നല്ല കയ്പുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് അപ്പോൾ നല്ല മധുരമുള്ള ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കയ്പുള്ള ഡാർക്ക് ചോക്ലേറ്റ് എടുത്താൽ നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഇതിൽ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം നല്ലപോലെ തന്നെ നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ചൂട് വേണം. അപ്പോൾ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഉരുകി കിട്ടണമെങ്കിൽ വിപ്പിംഗ് ക്രീമിന് നല്ല ചൂട് വേണം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീമും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മെൽറ്റായി കിട്ടും. ഒട്ടും തന്നെ കട്ടകൾ വരാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഉരുകി കിട്ടണമെങ്കിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് വളരെ ചെറിയ ചെറിയ പീസാക്കി വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയൊരു ചൂടുണ്ടാവും. ആ ഒരു ചൂട് നല്ല പോലെ തന്നെ പോയി നന്നായിട്ട് തണുത്ത് കിട്ടണം. ആ ഒരു ചെറിയ ചൂട് പോയി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളൊരു മൂന്നാമത്തെ ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 4 മണിക്കൂറോളം നമ്മുടെ ഒരു പുഡിങ് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ചൂടാറി നന്നായിട്ട് തണുത്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഇതിലേക്ക് നമുക്കൊരു മൂന്നാമത്തെ ലെയർ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഇനി ഒരു പുഡിങ് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2 ഓറിയോ എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ പതിയൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് നട്ട്സും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഇപ്പം തന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു ലെയറും കൂടി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്ത്, എങ്കിൽ മാത്രം നമുക്കൊരു പുഡിങ്ങിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തണുപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് പണിയൊന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഓറിയോയുടെ പുഡിങ്ങാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.